ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നാളെ ഉഴുന്ന് ദോശയും പിന്നെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ പച്ചരി ഉഴുന്നും കൂടിയിട്ട് പുതിർത്താൻ വെക്കലാണ്. അപ്പം നല്ലോണം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒരു 5-8 മണിക്കൂർ പുതിർത്താൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് തേങ്ങ, കുറച്ച് ചോറ്, ജീരകം, ചെറിയ ഉള്ളി ഇട്ടിട്ട് പുതിർന്നതിന് ശേഷം നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നു. ഇതുപോലെ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. രാത്രിയിൽ പകൽ 5-6 മണിക്കൂർ നമ്മൾ അരി കുതിർത്തിയിട്ടിട്ട് പിന്നെ രാത്രി ആകുമ്പോഴാണ് അരച്ച് വെക്കുന്നത്. നല്ലോണം ഒന്ന് അടച്ച് അടുപ്പും തണയിൽ വെക്കുന്നത്. പിന്നെ രാവിലെ ആകുമ്പോൾ എണീച്ചിട്ട് അടുപ്പെല്ലാം നല്ലോണം തുടച്ചിട്ടാണ് പിന്നെ പണി ചെയ്യുന്നത്. ഇത് രാത്രിയിൽ നല്ലോണം അരച്ച് തേങ്ങയും കുറച്ച് ചോറും ജീരകം എല്ലാം കൂടിയിട്ട് അരച്ച് വെച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്ക് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ദോശ ഇട്ടാൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. ഇത് വാഴയിലേൻ്റെ ഇതാണ്. അപ്പോൾ ഈ ദോശ ഇടാനല്ലോ ഇങ്ങനെ നമ്മൾ പുരട്ടാനല്ലോ ഇത് എടുക്കുന്നത് തന്നെയാണ് നല്ല സുഖം. പിന്നെ ഇത് കുറച്ച് മത്തക്കുരുവാണ്.
ഇത് അടുപ്പും തറയിൽ ഇങ്ങനെ ചൂടത്ത് വെച്ചാൽ മത്തക്കുരു പെട്ടെന്ന് ഉണങ്ങി വരുന്നതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണല്ലോ ഉണക്കം കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചട്നി ആക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കുഞ്ഞാറ്റ ദോശ ആക്കുമ്പോൾ തന്നെ ഓൾക്ക് ചൂട് ദോശ അന്നേരം തന്നെ എടുത്ത് തിന്നാനാണ് ഇഷ്ടം, ചൂടാറുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ ഓള് ചൂടോടെ ഒരു ദോശ എടുത്തിട്ട് തിന്നലാണ്, ചമ്മന്തിക്കറി ആകുന്നതിൻ്റെ മുമ്പ് തന്നെ. അപ്പം ഇങ്ങനെ ദോശ ആക്കി വെക്കലാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ ദോശയോ എന്തെങ്കിലും ചുട്ടുകൊണ്ടിരിക്കുമ്പോഴല്ലോ പാൽ ചായ ഒരു ഗ്ലാസ് കുടിക്കും. അപ്പോൾ പാൽ ചായ റെഡി ആയിട്ടുണ്ട്. അതൊരടുപ്പിൽ വേഗം ആക്കിയതാണ്. ഇപ്പോൾ കുഞ്ഞാറ്റക്കെല്ലാം ക്രിസ്മസ് പരീക്ഷ തുടങ്ങാനായതുകൊണ്ട് ഓള് രാവിലെ തന്നെ പഠിക്കാൻ നോക്കലാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിതെല്ലാം ചെയ്യാമെന്ന് വെച്ച്. ഇപ്പോൾ ചമ്മന്തിക്കുള്ള കാന്താരി വേഗം പറിക്കാൻ വന്നിട്ടാണുള്ളത്. ഇപ്പോൾ വീഡിയോ എടുത്തു തരാൻ അങ്ങനെ മോക്ക് കുക്കൂട്ടിക്കാണെങ്കിലും വരാൻ പറ്റുന്നില്ല. ക്രിസ്മസ് പരീക്ഷ ആയതുകൊണ്ട് ഓളും രാവിലെ തന്നെ പഠിക്കലാണ്, ദോശയും ചട്നിയെല്ലാം ആകുന്നവരെ. അപ്പോൾ ഞാൻ തന്നെ ഇതെല്ലാം കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ച്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം, പേസ്റ്റ് പരുവത്തിൽ ചട്നിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ദോശയും പിന്നെ ഒരു ചട്നി തയ്യാറാക്കൽ മാത്രം.
ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.